പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഞാൻ അന്നേരം ചേട്ടനെ വണ്ടി ഓടിക്കുമ്പോൾ ആ രീതിയിലാണല്ലോ നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ ഏതായാലും സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ എവിടെയാണ് നിന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ നീ തിരിഞ്ഞു നോക്കണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് പൊതു സമ്മാനമാണ്. നല്ല മ്യൂസിക് ഡയറക്ടറായ ബിജുപാൽ സാറ് ചെയ്തത്. അത് നിങ്ങൾക്ക് കേട്ട് കാണും, പക്ഷെ ഒന്ന് കേട്ടു നോക്കാം പാട്ടിന്റെ ഒരു ഫീല്. നേരായ കൂട്ട്, ആ നേരായ കൂട്ട് മനസ്സിലിരിക്കണത് പണ്ടിമേളവും ദിവസമാണ് രമേശ് ചേട്ടൻ കല്യാണം. രമേശ് ചേട്ടൻ തലേദിവസം വന്നിട്ട് വെളുപ്പിനാണ് പോണത്. ഇതുകൊണ്ടാണല്ലോ അദ്ദേഹം വരുന്നത്. ഇലക്ഷൻ നിൽക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഷോയും ഓരോ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നേക്കാണ്. അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരെയാണെന്ന് അറിയണ്ടേ? വളരെയധികം എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. മാത്രമല്ല മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ പാടിയിട്ടുള്ള, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രദീപ് ഉള്ളുരുത്തിയാണ് ഇന്ന് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. നമസ്കാരം. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നയാൾ എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് സന്തത സഹചാരിയായിട്ട് എൻ്റെ കൂടെ നടക്കുകയും എൻ്റെ അനുജനെ പോലെ ഞാൻ കണക്കാക്കുകയും ചെയ്യുന്ന സലിൻ കൈതാരമാണ്. സലിൻ കൈതാരത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ, സലിൻ കൈതാരം നമ്മുടെ കോവിഡ് കാലത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തുമൊക്കെ ട്രാൻസ്പോർട്ടിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്, മെക്കാനിക്കാണ്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും അതുവഴി ഒരു സെലിബ്രിറ്റിയായി മാറുകയും അതിനുശേഷം പിന്നീട് 1-2 ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുകയും ആ അഭിനയത്തിലൂടെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സലിൻ കേദാരവും വളരെ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. സന്തോഷം ചേട്ടാ. ഞാനൊരു 10-25 വർഷമായി എൻ്റെ കൂടെ കൂടിയിട്ടല്ലേ? പിന്നെ ഒരു 23 വർഷത്തോളമായി. 9 മക്കളും അല്ലേ? അല്ലേ? ആദ്യം പാടിയ ചേട്ടൻ എൻ്റെ ആദ്യത്തെ സിനിമ ഗിരീഷ് സാർ എഴുതി, ചേട്ടൻ്റെ ഗുരുവായ അലക്സ് പോൾ സംഗീതം ചെയ്ത പാട്ട്. ഇതെല്ലാം ആ രണ്ടുപേരും പാടിയിട്ട് ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെന്താ? പുണ്യവാനി സഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാവും 2-ാമൻ യാക്കോബും. പുണ്യവാനി സഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാവും 2-ാമൻ യാക്കോബും. തുടക്കം തന്നെയല്ലേ? അലക്സ് പോളേട്ടനല്ലേ ചേട്ടനെ രംഗത്ത് കൊണ്ട്? അതെ, അലക്സ് ചേട്ടൻ്റെ ചതിക്കാത്ത ചന്തു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു സഹായിയായിട്ടും ട്രാക്ക് സിംഗറായിട്ടും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് ആ സിനിമയിലേക്ക് വരുന്നത് എന്ന് പറയുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഒരുപാട് മിമിക്രി കാസറ്റുകളിലൊക്കെ പാടുമായിരുന്നു. മിമിക്രി കാസറ്റുകളിലൊക്കെ പാടി നടക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടി മിമിക്ക് ചെയ്ത് പാടുന്ന ഒരു പാട്ടുകാരനെ വേണമായിരുന്നു അവർക്ക്, അതായത് ട്രാക്ക് സിംഗറായിട്ട്. അങ്ങനെ ആ സമയത്ത് ഗിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട് ചേട്ടൻ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുള്ള ചേട്ടനാണ്. ആ ചേട്ടനാണ് അലക്സ് ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പാട്ടുകാരനുണ്ടെന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അലക്സ് ചേട്ടൻ പള്ളുരുത്തിയിൽ ക്ലാസ് എടുക്കാനൊക്കെ വരുമ്പോഴേക്കും, സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എന്നെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അലക്സ് ചേട്ടൻ്റെ കൂടെ കൂടുകയായിരുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ സിനിമയാണ് തൊമ്മനും മക്കളും. അതിന് പാടാൻ അവസരം. പിന്നെ അലക്സ് ചേട്ടൻ കുറേ പടം ചെയ്തല്ല, സാറായിട്ട് കൂട്ടുകൂടി കുറേ സിനിമ ചെയ്ത്. അലക്സ് ചേട്ടൻ്റെ ശരിക്കും പറഞ്ഞാൽ 6-7 സിനിമകൾ ഞാൻ പാടിയിട്ടുണ്ട്. ചേട്ടൻ എനിക്കതല്ല, ഞാനേ 20 വർഷമല്ല 25 കൊല്ലമല്ല, എന്നിൽ എന്താണ് ചേട്ടൻ കണ്ടത്? വല്ല എന്ത് ക്വാളിറ്റിയാണ് കണ്ടത് ഈ യാത്രകളിലൊക്കെ എന്നെ കൂടെ കൂട്ടണത്? അല്ല, യാത്രയിൽ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞാൽ സലിൻ കൈതാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സലിൻ കൈതാരം പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള, അതായത് ചടുലത ഉള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാത്തിനും ഒരു ചടുലത സലിൻ കേദാരത്തിൻ്റെ ഇതിലുണ്ട്. പിന്നെ സലിൻ കേദാരത്തിൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ബ്രദർലി എഫെക്ഷൻ നമുക്ക് തമ്മിലുണ്ടായിട്ടുണ്ട് അല്ലേ? അത് ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ പറയാറുണ്ടെങ്കിലും പക്ഷേ സ്നേഹം ഉണ്ടാകത്ത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു മനസ്സും നിനക്കുണ്ടതുകൊണ്ട് എന്നെ അനുസരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്ത കാര്യമാണ്. ആർക്കും ആരെ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് അങ്ങനെയാണ്. ഒരുമിച്ച് അഭിനയിച്ച
ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, കാശി. കാശി. അതെ. ആ കാശിയിലും നമ്മളെ രണ്ടുപേരെയും കൂടി എനിക്ക് തോന്നുന്നു ഡയറക്ടർ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്തത് തന്നെ ഇങ്ങനൊരു ബോണ്ടിങ്. ആ സീനൊക്കെ എടുക്കുമ്പോ ചേട്ടനോട് ഞാൻ ചോദിക്കുമല്ലോ. അതെ, ടേക്കിലൊക്കെ ശരിയായല്ലേ. അതപ്പോ അങ്ങനെ അതൊരു ചേട്ടനായിട്ടുള്ള ചിലത് നന്നായിട്ട് വരും. ചേട്ടന് ഓർക്കണ്ട 2007 കഥ പറയുമ്പോൾ ഹിറ്റായിക്കണ സമയത്ത് നമ്മ ഒരു കോളേജിൽ ഉദ്ഘാടനത്തിന് പോയപ്പോ എന്നെ പിടിച്ച് ഉദ്ഘാടനം ചെയ്യിക്കാൻ ഓർക്കണ്ട. അതെന്താന്ന് വെച്ചാല് അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഞാൻ അന്നേരം ചേട്ടനാ വണ്ടി ഓടിക്കണ. അതെ, എനിക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഉദ്ഘാടനത്തിന് പോവുകയാണെങ്കിൽ ഞാൻ സാധാരണ ഒരു ടീഷർട്ടും ഒരു ഇതൊക്കെ ഇട്ട്, പിന്നെ കാണാനും അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ രീതിയിലാണല്ലോ നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ ഏതായാലും സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ എവിടെയാണ് നമ്മൾ എത്തേണ്ടത് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ വഴി അന്വേഷിക്കണോ പരിപാടിയൊക്കെ ഉണ്ടാവണേ. അപ്പോൾ അന്ന് ചെന്ന് നിർഭാഗ്യവശാൽ അന്ന് വണ്ടി ഓടിച്ചു പോകുന്നു. ആ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ്. ചേട്ടൻ തന്നെയല്ലോ ഓടിക്കാറ് വണ്ടി, എന്നെ ഇരിക്കലേ പതിവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെന്നിട്ട് സമയം പോയി. അതെ, സ്കൂളിൻ്റെ വിലാസം ചെന്ന് ഇതാണോ സ്കൂളെന്ന് അന്വേഷിച്ചപ്പോഴേക്കും കറക്റ്റ് ആ സ്കൂളിൻ്റെ മുമ്പിലെത്തിയപ്പോഴാണ് നമ്മൾ അറിയണത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കഥയും കൂടി അറിഞ്ഞാൽ അതിൻ്റെ രസമുള്ളൂ. കാരണം ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് മാരുതി കാസറ്റ്സിൻ്റെ കബീർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ കബീർ, അതെ, ഈ കബീറിന് പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ പഠിച്ച സ്കൂളിൽ കബീർ എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ അവിടുത്തെ ഒരു സിൽവർ ജൂബിലി ആഘോഷമാണ്, അപ്പോൾ അതുകൊണ്ട് ചേട്ടനൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വലിയ പ്രധാന അധ്യാപകൻ എല്ലാ ദിവസവും എന്നതുപോലെ നമ്മളെ വിളിച്ചിട്ട് പറയും, ഞാൻ സാറിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്, അല്ലെ അങ്ങനെയാണ്, ഞാൻ എന്തൊരു പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ. അപ്പോൾ നമ്മൾ സ്വയം ഭയങ്കര അഭിമാനം കൊള്ളണം അതൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഇത്രയും വലിയ ആളുകളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണോ ഒന്ന് നമ്മൾ സ്വയം ഇങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു സമയമാണ്. അങ്ങനത്തെ ഒരു സ്കൂളിലേക്കാണ് നമ്മൾ ചെല്ലുമ്പോൾ ഈ പ്രധാന അധ്യാപകൻ വരുന്നു. അപ്പം നിനക്ക് പൊതുവെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഈ മേക്കപ്പ് ഒക്കെ നീ ഇട്ടുണ്ടല്ലോ. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇടുന്നു. അപ്പൊ അതുകൊണ്ട് പ്രദീപ് പുള്ളൂർത്തിയല്ലേ വിളിച്ച് വിചാരിച്ച് നിന്നെ വിളിച്ചോണ്ട് പോയി. അപ്പൊ നീ തിരിഞ്ഞു നോക്കണ്ടായിരുന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ അവിടെ ചെന്ന് നീ കശുവണ്ടി പരിപ്പും ചായയൊക്കെ കഴിക്കുമ്പോൾ ഞാനവിടെ സാധാരണ ഡ്രൈവറെ പോലെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷമാണ് സ്റ്റേജിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു ഇങ്ങനെ ചേട്ടൻ വരും എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇങ്ങനെ ഞാനാണ് പ്രദീപ്. അന്നേരം അധ്യാപകൻ എൻ്റെ ഒരു നോട്ടുണ്ട്. അതെ. അപ്പൊ പ്രദീപ് ഞാനല്ല ചേട്ടനാണ്. അതോർക്കും ആ സാറിന്റെ ഒരു അവസ്ഥ, അതിനുശേഷമുള്ള അവസ്ഥ ഭയങ്കര പ്രശ്നമായിരുന്നു. ചില സ്ഥലത്ത് പറ്റിയിട്ടുണ്ടല്ലോ അങ്ങനെ. അല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോയപ്പോ സ്വാഗത പ്രാസംഗിക ഒരു സ്ത്രീയാണ്. അത് ആലുവയില് കോളേജല്ലേ, ആലുവയിൽ, പിന്നെ ആലുവ ഒരു കോളേജ്. അപ്പോൾ അവിടെ പോയപ്പോഴേക്ക് സ്വാഗത പ്രാസംഗിക എന്നെ പറ്റി പറയുകയാണ്, ഇദ്ദേഹം ഒരുപാട് സിനിമകളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടെഴുതുകളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും, ഇദ്ദേഹമാണോ ഇത് എഴുതിയതെന്നൊക്കെ വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ പാട്ട് കണ്ടോ, വല്ലാത്തൊരു എഴുത്താണ്. അപ്പോൾ ഞാൻ തിരിച്ച് പ്രസംഗിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാട്ട് എഴുതിയത് ഞാനാണെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ അനില് എണീറ്റ് വന്ന് എന്നെ തല്ലുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ശരിക്കും ഞാനാണ്. അപ്പം അങ്ങനെ കുറേ രസകരമായ സംഭവങ്ങളും അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫ്. റോക്ക് റോളിൽ ചേട്ടൻ പാടിയില്ല ലാലേട്ടൻ്റെ? പാടി. വിജയായിട്ട് പാടിയില്ലേ? അതെ, വിജയ് യേശുദാസും ഞാനും കൂടി പാടുന്ന രണ്ടാമത്തെ പാട്ടാണത്. ആദ്യം ഞങ്ങൾ വേറെ പാട്ട് പാടിയിട്ടുണ്ട്, അതായത് നിവേദ്യം എന്നുള്ള സിനിമയില്. അതെ, അത് ഞാൻ വിജയും കൂടി പാടിച്ച പാട്ട്. അത് രവീന്ദ്ര മാഷീദല്ലേ? അല്ല ജയചന്ദ്രൻ സാറ്. അത് എം ജയചന്ദ്രൻ സാറ് ആദ്യമായിട്ട് എന്നെ പരീക്ഷിക്കുന്നത് ആ സിനിമയിലൂടെയാണ്. അതിനുശേഷമാണ് പുള്ളി മറ്റേ വ്യത്യസ്തൻ ബാർബറാംബാലിനൊക്കെ തോന്നുന്നത്. പിന്നെ ക്ലാസ്മേറ്റ്, ആ യാത്രകളിലൊക്കെ ഞാനിങ്ങനെ കൂടെ തന്നെ ഉണ്ട്. ക്ലാസ്മേറ്റ് അർജോ സാറിൻ്റെ. പിന്നെ 10ാമത്തെ പടമല്ലേ നമ്മുടെ കഥ പറയുമ്പോൾ ക്ലാസ്മേറ്റ്സിലെ പാട്ടിൻ്റെ രസം എന്ന് പറഞ്ഞാൽ, ക്ലാസ്മേറ്റ്സിലെ പാട്ടിൻ്റെ കമ്പോസിങ് ടൈമിന് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, അതായത് നാടോടി പാട്ടുകാരുടെ ഒരു സംഭവമായിട്ടാണ് ആദ്യം മറ്റേ കാത്തിരുന്ന പെണ്ണല്ലേ എന്ന പാട്ട്, ഒരു പ്രേമവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യം ഒരു സംഭവം വേണം.
മനോഹരി രാധേ രാധേ മുരാരി ഇന്നെവിടെ കുറെ റീൽസിൽ കിടന്ന് കളിക്കണ പാട്ടാണ്. റീൽസ് കിടന്ന് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട്. അതിൻ്റെയൊക്കെ കമ്പോസിങ് സമയത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു ഏരിയ ആയിരുന്നു അതൊക്കെ. കഥ പറയുമ്പോൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഓർക്കണ്ട, ഭയങ്കര ഹിറ്റായിരുന്നല്ലോ ആ പടം. നമുക്ക് യാത്ര തന്നെ ആയിരുന്നില്ലേ. ഞാൻ പറവൂർ എൻ്റെ വീട്ടിൽ പോകാൻ സമയം കിട്ടാറില്ല. ഈ പ്രോഗ്രാം ഇല്ലേ? അതെ അതെ അതെ. അതിപ്പോൾ എല്ലാ കലാകാരന്മാരുടെയും ലൈഫിലൊരു പീക്ക് ടൈം ഉണ്ട്. ആ പീക്ക് ടൈം പിന്നെ അതിങ്ങനെ നിൽക്കും, ചിലത് വന്ന് പതുക്കെ താഴ്ത്തിട്ട് കുറെ കൂടി മേളിലോട്ട്. എനിക്ക് ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഏറ്റവും ഗുണമുണ്ടായ ചേട്ടാ ഈ യാത്രകളിലൊക്കെ, ചേട്ടൻ്റെ കൂടെ യാത്രകളിലൊക്കെ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വലിയ കലാകാരന്മാരോടെ സഞ്ചരിക്കാനുള്ള വായും കിട്ടിയിട്ടുണ്ട്. അത് കാരണം ചേട്ടൻ എന്നെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കും. അല്ല, അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. മമ്മൂക്കടയാണെങ്കിലും മമ്മൂക്കനൊക്കെ അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്തുണ്ട്. റെക്കോർഡിങ്ങിലൊക്കെ പോകുമ്പോൾ ആ സ്റ്റുഡിയോയിൽ നമുക്കിങ്ങനെ അടുത്ത് ഇവരൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും ഒരുമിച്ച് ഇരുന്ന് യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനൊക്കെ സമയം കിട്ടിയത് ചേട്ടനിലൂടെയാണ്. അതെല്ലാവർക്കും കിട്ടൂലത്. അതൊരു സന്തോഷമുള്ള കാര്യം കേൾക്കുമ്പോൾ എനിക്ക്. ചേട്ടൻ ക്ലാസ്മേറ്റ് അലക്സ് പോൾ ചെയ്ത അതിൽ എം ജി സുമാരായിട്ടും കൂടിയല്ലേ പഠിക്കണ? ഭയങ്കര ഹിറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയും ക്ലാസ്മേറ്റിൽ ഏതാണ് പ്രിൻസിപ്പൾ പഠിക്കണം, ഹിറ്റ് പാട്ടാ പഠിക്കണം. വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, പുതു സമ്മാനമാക്കോ സോദരിയേ, ജയമെന്നും നമുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ, ചോര തുടിക്കണ കയ്യുകളെ, സിന്ദൂര താരപതാക തരൂ, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരൊട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരൊട്ടു തരൂ. ഓ തക 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 തകതും വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, ചുമ്മാതെ കളയരുതമ്മിനിയെ. അത് കഴിഞ്ഞിട്ട് ചേട്ടാ പിന്നെ ഹിറ്റായതാണ്. അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വരുന്നതിന്റെ ആ സമയത്ത് രാജമാണിക്യം കഴിഞ്ഞപ്പോഴല്ലേ നീ കൂടെ വരുന്നത്. അപ്പൊ ഈ രാജമാണിക്യം സംഭവിക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. രാജമാണിക്യം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മിമിക്രി കാസറ്റുകളിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു മിമിക്രി പാട്ട് ഒരു ഹാസ്യം പിന്നെ ആക്ഷേപഹാസ്യ ഗാനത്തിന് ഒരു പാട്ടിന് കിട്ടുന്നത് അന്ന് 3500 രൂപയാണ്. അപ്പോൾ മിക്കവാറും ഒരു കാസറ്റിൽ ഒരു 10 പാട്ടൊക്കെ ഉണ്ടാവും. ഒരു 10 പാട്ടിൽ 8 പാട്ടും ഞാനായിരിക്കും പാടണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും 824 അങ്ങനെ കുറേ പൈസ എൻ്റെ കയ്യിലുണ്ടാവും ഒരു വർക്ക് കഴിയുമ്പോൾ. അത് ആഴ്ചയിൽ 2-3 വർക്കൊക്കെ ഉണ്ടാവും മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരുപാട് പൈസയുള്ള സമയമാണ്. അങ്ങനെ നടക്കുന്ന കാലത്ത് രാജമാണിക്യത്തിൽ പാട്ട് പാടുന്നു. രാജമാണിക്യത്തിൽ പാട്ട് പാടുമ്പോൾ മിമിക്രിക്കാരെല്ലാവരും വിചാരിച്ചു ഇയാൾ സിനിമയിൽ പാടി ഇനി പിടിച്ചാൽ കിട്ടില്ല. അതുമല്ല മെഗാ ഹിറ്റ് പാട്ട്, മെഗാ ഹിറ്റ് സിനിമ. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഹിറ്റ് പാട്ടൊക്കെ ചേട്ടനാണ് ഇക്കടെ വിളിച്ച ഡയറക്ടറാണ് വിളിച്ച. അല്ല, അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അത് വേറെ കഥയാ. അതായത് അങ്ങനെ ഈ പാട്ട് പാടിയ ആളായതുകൊണ്ട് ഇനി ഇയാളെ മിമിക്രിക്കാർക്ക് കിട്ടൂല, അതുകൊണ്ട് അവർ വിളിക്കാണ്ടായി. അതുപോലെ തന്നെ പിന്നെ സിനിമയിലൊക്കെ അന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരും വിചാരിച്ചു ഇങ്ങനെ സംഭവം. പിന്നെ സാധാരണ ഗാനമേളക്കാരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാനൊരു 1200 രൂപ പാട്ടുകാരനായിരുന്നു ഗാനമേളയ്ക്ക്. അവരും വിചാരിച്ചു സിനിമാ പാട്ടുകാരനായതല്ലേ, പിന്നെ ഇയാളെ വിളിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് വിളിക്കണമെങ്കിൽ തന്നെ 10,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 1.25 വർഷത്തോളം ഒരു പണിയില്ലാണ്ട് പട്ടണിയും പരിവട്ടമായിട്ട് സിനിമയില്ലാണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രോഗ്രാംസും ഇല്ല. അതിനുശേഷം പിന്നെ വൈഫിന് ജോലിയുള്ളതുകൊണ്ട് വൈഫ് ആയതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കെ ചെയ്ത് വീണ്ടും അലക്സ് ചേട്ടനാണ് ഒരവസരം തരുന്നത്. അതാണ് ക്ലാസ്മേറ്റ് ആ പാട്ട്. അതിനിടയ്ക്ക് ഒരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. കാരണം ശരിക്കും ക്ലാസ്മേറ്റ് കഴിഞ്ഞിട്ട് വേറെ ഒരു പടം ഉണ്ടായില്ല. അല്ല, ക്ലാസ്മേറ്റ്സിന് ശേഷം പിന്നെ നമുക്ക് ഇടതടവില്ലാതെ സിനിമകളുണ്ടായിരുന്നു. അതങ്ങനെയായിരുന്നു. പിന്നെയാണ് മോഹൻ സാറ് ഡയറക്ട് ചെയ്ത ശ്രീനിവാസ് സാറിന്റെ തിരക്കഥയിൽ ചേട്ടൻ കരിയർ മാറ്റി പാട്ട് വരുന്നത്. അതറിയാല്ല, കാരണം അത്ര ഹിറ്റായ ഒരു പാട്ട് വ്യത്യസ്തനായ ഒരു ബാർബറാമ്പാലാണ് പൃഥ്വിരാജിന്റെ കരിയറിൽ ഓടി നടന്ന് പ്രോഗ്രാം ചെയ്യുന്ന സമയം ഞാൻ വീട്ടിൽ പോകാറില്ല, പള്ളുരുത്തി തന്നെയാണ് താമസം. എന്തായാലും ആ പാട്ടൊന്ന് 2 പാടി കേട്ടാ.
വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവന ബാലൻ, തലവടിക്കുന്നോർക്ക് തലവന ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ, മുടിമുറിശീലൻ, അതിലോലൻ, മുഖവടിവേലൻ, ജനതോഴൻ, നമ്മുടെ ബാലൻ, 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ചേട്ടാ വ്യത്യാസം കഴിഞ്ഞിട്ട് പിന്നെ ഈ പട്ടണത്തിൽ പോയതോ അല്ല? പിന്നെ അണ്ണൻ തമ്പി കുറെ സിനിമകൾ വന്നു. ബാബുരാജിന്റെ സിനിമ, പിന്നെ ജാസി ചേട്ടൻ മ്യൂസിക് ചെയ്ത ചൈന ടൗൺ, അങ്ങനെ കുറെ സിനിമകൾ. ഇപ്പോൾ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ 140-140ഓളം സാധിച്ചു എന്നുള്ളതാണ്. നമ്മ പല സ്ഥലത്തും ചെല്ലുമേ ഗാനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ല. ഇന്ന പാട്ടിനെ ഞാൻ ചിലപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് ലിസ്റ്റൊക്കെ കൊടുക്കുമല്ല. അപ്പോൾ എഴുതുന്ന ആള് ഈ പാട്ടൊക്കെ ഇയാൾ പാടിയാണ്. ആ കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായല്ല. ഞാൻ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇപ്പം മമ്മൂട്ടിക്ക് കണ്ട് 10 ഹിറ്റോളം പാടിയിട്ടുണ്ടല്ലേ നമുക്കൊക്കെ. പക്ഷെ എനിക്ക് വ്യത്യാസം ബാർബറൊന്നും ഇഷ്ടമാണെക്കാളും ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് ചേട്ടൻ്റെ. അതാണ് ചേട്ടൻ പറയാമോ? നല്ല മ്യൂസിക് ഡയറക്ടറായ ബിജുപാൽ സാറ് ചെയ്തത്. അത് നിങ്ങൾ കേട്ട് കാണും, പക്ഷെ ഒന്ന് കേട്ടു നോക്കാം ആ പാട്ടിൻ്റെ ഒരു ഫീല്. അതെനിക്ക് പാടാം. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ കുറച്ച് ചില പാട്ടുകളൊക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. അത് ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ ക്ലാസ്മേറ്റ് രാജമാണിക്യത്തിലെ പാണ്ടിമേളം പട്ടും കുത്തും പക്കവാദ്യ തപ്പും തകലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നിവേദ്യത്തിലെ താം തക്കിടത്തയ്യാരേ താരപ്പ തക്കിടത്തയ്യാരേ തെയ്യം തകത്തയ്യാരേ തകൃത തക്കിടത്തയ്യാരേ. റോക്ക് ആൻഡ് റോൾ റോക്ക് ആൻഡ് റോളിലെ വളയുന്നിതാ കളഞ്ഞു കിട്ടി കുഴക്കടവിൽ കിടന്നു കിട്ടി ആ പാട്ട്. പിന്നെ അണ്ണൻ തമ്പി, അണ്ണൻ തമ്പിയിലെ രാച്ചാറ്റണ ബേക്കാളി തീപാറ്റണ ചാമുണ്ടി താരത്തരേ ആവാഹായ സ്വാ. ഈ പട്ടണത്തിൽ ഭൂതം അടിമഴ പടവിളി നടുവിൽ പട്ടണഭൂതം ഞാൻ ചടുകുടു ചുഴലികൾ ചെറ്റിമറയ്ക്കണൊരെട്ടടി ഭൂതം ഞാൻ. ഭൂതങ്ങൾക്കൊരു ഭൂതം ഞാൻ, ഭൂമി കറക്കണ ഭൂതം, ഭും ഭും ചിരിയുടെ മേളം. പിന്നെ ലാലേട്ടൻ്റെ ചൈന ടൗൺ. നേരായ കൂട്ട് നോവിൻ കൂട്ട് ആരാണ് കൂട്ട് നോവിൻ നടുവിൽ താരൻ നടന്നൽ നേരായ കൂട്ട് ആ നേരായ കൂട്ട്. ഇത്തരം പാട്ടുകൾ പാടിയേക്കണേല് അല്ലേ? ഇത്ര ഹിറ്റ് പാട്ടുകൾ ചേട്ടനാ പാടിയേക്കണത്. ഇതിൽ ചില പാട്ടുകൾ മാത്രമേ അറിയുള്ളൂ. അയ്യോ ഇത് പ്രതിഭട്ടന പാടിയെന്ന് അല്ലേ? പിന്നെ എന്താണ് ബിജിപാലിന്റെ പാട്ടിന്റെ കാര്യം പറഞ്ഞു. അതെ അതെ, പൃഥ്വിരാജ് നായനായ ബിജിപാലിന്റെ ഒരു 4-5ഓളം സിനിമകൾ പാടാൻ എനിക്കറിയാം. ഞാൻ അതിൽ ബിജിപാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, എനിക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കട്ടെ. റഫീഖ് അഹമ്മദ് സാറാണ് പാട്ട് എഴുതിയേക്കണത്, സംഗീതം ചെയ്തേക്കണത് ബിജിപാൽ സാറാണ്. പൃഥ്വിരാജ് നായനായ ഒരു പാട്ടുണ്ട് ടമാർ പടാർ. പക്ഷേ ചെമ്പ വിനോദ് ചേട്ടനാണെങ്കിലും പാട്ട് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പാട്ട്, ഭയങ്കര ഫീലാണ്, കമ്പോസിങ്ങും അതെ. ഒന്ന് ഇത് ചേട്ടാ നമ്മ പ്രോഗ്രാമിനൊക്കെ പോകുമ്പേ ഈ പാട്ട് ഇദ്ദേഹമാണോ പാടിയത് എന്നോട് ചോദിക്കേ. ആ അതെ. എന്താന്ന് വെച്ചാൽ അവരുടെ മനസ്സിലിരിക്കണത് പാണ്ടിമേളവും ബാർബറും തമ്മനും മക്കളൊക്കെയാണ് ഇരിക്കണത്. പക്ഷെ അവിടെയാണ് ബിജുപാൽ സാറിനാണ് നമിച്ചത്. കാരണം അല്ല ബിജുപാല് എന്നെ കൊണ്ട് അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ പറ്റുമെന്നുള്ള മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ബിജുപാലിന്റെ ആദ്യത്തെ സിനിമയിൽ, അതായത് ആദ്യത്തെ സിനിമയിലല്ല, എനിക്ക് കിട്ടിയ ആദ്യത്തെ സിനിമയിൽ നസ്രാണി എന്നുള്ള സിനിമയിൽ ഒരു മെലഡിയാണ് ഞാൻ പാടിയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം എനിക്ക് അതിലെ പാട്ടുകൾ നല്ല പാട്ടാണ്. മഞ്ചേരിയൊക്കെ പാടിയേക്കണം, നല്ല പാട്ടാണ് അതൊക്കെ. മറ്റേ അറബിക്കഥയാണ് ബിജുപാൽ സാർ ആദ്യം ചെയ്യണത് പടം. അതെ അതെ. എന്നിട്ട് ചെയ്യുന്ന പാട്ടുള്ളത്. അതെ. ആ ബിജുപാൽ സാറിന്റെ 3-4 പടം പാടിയിട്ടുണ്ടല്ലോ. അതെ അതെ, 4-5 സിനിമ പാടി, പുതിയ പടം. പിന്നെ ചേട്ടാ നമുക്ക് സ്റ്റേജ് ഷോയിലൊക്കെ നമ്മൾ സ്റ്റേജിൽ പോകുമ്പോണ്ടാവുന്ന ചില എന്താ പ്രതിഭട്ടം എന്താ ഡാൻസ് കളിക്കാത്തതൊക്കെ എന്നോട് ചോദിക്കാറുണ്ടേ.
അല്ല ഞാൻ നേരത്തേക്ക്, അതായത് നേരത്തേക്ക് എനിക്ക് തോന്നുന്നത് ഡാൻസ് കളിച്ച് പാടുന്ന പാട്ടുകാരനിൽ ഒരാളായിരുന്നു ഞാൻ. അതെ, പിന്നെ കുറെ കൂടി കഴിഞ്ഞപ്പോൾ പാട്ടിനെ കൂടുതൽ ഗൗരവമായിട്ട് കാണാൻ തുടങ്ങി. ഡാൻസ് കളി രണ്ടാമത്തെ കാര്യമായിട്ട് മാറി. അപ്പൊ എനിക്ക് തോന്നി അതൊക്കെ ഡാൻസിനേക്കാൾ കൂടുതൽ പാട്ടാണ് നന്നാക്കേണ്ടത്. ഞാൻ ചേട്ടന്റെ പരിപാടി എടുക്കുമ്പോ ഡാൻസും കുറച്ചത്. പിന്നെ വേറെ കാര്യമുണ്ടല്ലോ, പ്രായം കൊടുത്തു വരുന്നതോറും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇത് പ്രായം കൂടിയതല്ല. ഈ അടുത്ത് പ്രതിയേട്ടനൊരു ഷോർട്ട് ഫിലിം എന്നെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പുമാങ്ങ. പൗളി ചേച്ചി ചലച്ചിത്ര നടി എന്നെ വെച്ചാ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ടൊരു സിനിമയുടെ പുറകിലാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് പഴനി പോയി ഇങ്ങനെ ഒരു മുട്ടയൊക്കെ അടിച്ചത്. രൂപ ചേട്ടാ, നമ്മൾ പാലക്കാട് ഒരു പ്രോഗ്രാമിനെ ഓർക്കണ്ട, SP സാറിന്റെ കൂടെ ഞാൻ പുറകിൽ നിന്ന് ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സാർ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് പാടിച്ച് ഓർക്കണ്ടാണ്. ഫ്രണ്ടിലേക്ക് കയറി നിന്ന് കോറസ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഭയങ്കര അനുഭവമായിരുന്നു. കാരണം ചേട്ടൻ്റെ കൂടെ പോയ SP സാറിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട് ഇല്ലേ? പല സ്ഥലത്തും. പ്രദീപ് പള്ളുരുത്തിര അനിയനാണ്. അതെ, അങ്ങനെയാണ്. സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാക്കാൻ അങ്ങനെ തോന്നണം. അതിലേക്ക് തമാശ എന്ന് വെച്ചാൽ കുറേ അധികം യാത്രകൾ. എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മറവിക്കാരനാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ സലം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചേട്ടന്റെ ഒരു മിക്ക സൗഹൃദങ്ങളും ചേട്ടൻ്റെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഓർത്തെടുക്കണത് പോലും എനിക്ക് പലപ്പോഴും അങ്ങനെ. ചേട്ടന്റെ കുറെ സൗഹൃദങ്ങൾ സിനിമാ രംഗത്തുള്ളവരും ഞാനാണ് അവർ കൂടുതലും ഇടയ്ക്ക് വിളിക്കലും. അവരെന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇടപെടുന്നതിനൊക്കെ ഇപ്പൊ ഷാജിയൻ കരുൺ സാറിനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സിനിമ അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ വേണ്ടി പോയിട്ട് പാട്ട് പാടി കഴിഞ്ഞു, കണ്ടു, പരിചയപ്പെട്ടു, സന്തോഷിച്ചു. നമുക്ക് പോയതിനു ശേഷം പിന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നത് നീയാണ്. അപ്പൊ ഷാജിയൻ കരുൺ സാറിന്റെ സിനിമയിൽ പാട്ട് പാടി ആരാണെന്ന് വെച്ചാൽ ചിലപ്പോ പുള്ളി പറഞ്ഞ സലിംഗേതാരത്തിന്റെ പേരായിരിക്കും. അല്ല, ഇപ്പൊ എന്റെ കല്യാണം നിനക്ക് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ MLA കേരളത്തിൽ ചർച്ച MLA വിഷാരയുടെ എൻ്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ് രമേശ് ചേട്ടൻ്റെ കല്യാണം. രമേശ് ചേട്ടൻ തലേദിവസം വന്നിട്ട് വെളുപ്പിനാണ് പോണത്. രമേശ് ചേട്ടൻ്റെ കല്യാണത്തിന് ഞാനും ചേട്ടൻ കൂടി പോയിണ്. അപ്പൊ അത് ചേട്ടന്റെ കൂട്ടുകാരനാണ് ഞാൻ. എന്നിട്ടാണ് എൻ്റെ കല്യാണത്തിന് വന്നത്. ആ ചേട്ടന്റെ സൗഹൃദത്തിന്റെ ആഴം ഇതുകൊണ്ടാണല്ലോ അദ്ദേഹം വരുന്നത്. ഞാനിപ്പോ ഇലക്ഷൻ നിൽക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പോസ്റ്റൊക്കെ ഇട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ സൗഹൃദങ്ങൾ കൂടുതലും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അത് പല രീതിയിലും നല്ല പോസിറ്റീവായിട്ട് എനിക്കും വരാറുണ്ട്. ചേട്ടാ, പിന്നെ നമ്മുടെ നാട്ടിലെ ഷോ കൂടാണ്ട് നമ്മൾ ചേട്ടൻ പുറത്ത് പോകാറുണ്ടല്ലോ ഒരുപാട് ഷോ. അവിടെയാണ് കേട്ടോ ചേട്ടന് എന്നോട് എന്തോ പറഞ്ഞതൊക്കെ ഓർക്കണ്ട, എന്തോ മറക്കാൻ പറ്റാത്ത വല്ല. ഓരോ ഷോയും ഓരോ അനുഭവങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. നമ്മൾ എവിടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഞാൻ സിംഗപ്പൂർ പോണ സമയത്ത് അന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് MG ശ്രീകുമാരേട്ടൻ ഏഷ്യാനെറ്റിൻ്റെ ഷോയ്ക്കാണ്. ആ ഷോയ്ക്ക് പോയപ്പോഴേക്കും എൻ്റെ കൂടെ സുധേന്ദു എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ കസിൻസാണ് എന്നാണ് പലരും വിചാരിച്ചത്. ഗിറ്റാർ വായിക്കുന്ന സുധേന്ദു എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ സുധേന്ദു ഞാനും സ്റ്റേജിൻ്റെ സൈഡിൽ വന്നപ്പോഴേക്കും ആളുകൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ട് എന്നോട് മറ്റേ പാട്ട് നന്ന് ഗിറ്റാർ വായിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സുധേന്ദ്രനോട് ചെന്നിട്ട് മറ്റേ പാട്ട് നന്നായിട്ടുണ്ട് പുള്ളിയും പറയും. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ അത് സ്റ്റേജിലൊരു ഐറ്റോക്കി ഞാനും അയാളും ഒരേ വേഷം തന്നെ ഇട്ടിട്ട് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ട്രാജിക്കും എന്ന് പറഞ്ഞാൽ കോമഡിയും ട്രാജിക്കും കൂടി ഒരുമിച്ച് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ലാസ്റ്റ് അമേരിക്കയിൽ സിജു വിൽസനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ